ഹലോ ഗൈസ്, ഇന്നെനിക്കൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. എൻ്റെ മാത്രം സ്പെഷ്യൽ ഡേ. യെസ്, ഇറ്റ്സ് മൈ ബർത്ത്ഡേ. ഇന്ന് പതിവില്ലാതെ ഇത് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 5 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് ആളുണർന്നിരുന്നു കേട്ടോ. പിന്നെ ഉറങ്ങാൻ കിടന്നാൽ എനിക്ക് ഉറക്കം വരില്ല. പിന്നെ ഈ ദിവസം ഉറക്കം വന്നപ്പോഴത്തേക്കും ആളെ ഉറക്കി കിടത്തിട്ട് ഞാൻ നേരെ അടുക്കളോട്ട് കയറി കേട്ടോ. ചെറുപ്പത്തിലേക്ക് ബർത്ത്ഡേ ദിവസം ഞാൻ പള്ളിയിലേക്ക് പോകട്ടോ. പള്ളിയിലേക്ക് പോയി കുർബാനയൊക്കെ കൂട്ടിയിട്ട് വന്നിട്ട് വീടുകളിൽ അടുത്തുള്ള വീടുകളിലൊക്കെ മിഠായിയൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ ആഘോഷമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ പിന്നെ കുഞ്ഞൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് പള്ളിയിലൊന്നും പോകാനായിട്ട് ടൈം കിട്ടാറില്ല. ഞായറാഴ്ച പാട് സൺഡേ പാട് മാത്രമേ ഞങ്ങൾ പള്ളിയിലൊക്കെ പോകാറുള്ളൂ. ബർത്ത്ഡേ ദിവസമൊന്നും അങ്ങനെ പോകാറില്ല കേട്ടോ. അപ്പോൾ വേറെ ഒന്നുമല്ല, കുഞ്ഞിനെയൊക്കെ കൊണ്ട് രാവിലെ പോക്കും കാര്യങ്ങളൊന്നും നടക്കില്ല. അതുകൊണ്ടാണ്. പിന്നെ വൈകിട്ട് പോകാന്ന് വെച്ചാൽ വൈകിട്ട് നല്ല മഴയുടെ സമയമാണ്. ഞാൻ ജനിച്ച സമയവും നല്ല മഴയായിരുന്നു എന്ന് അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ. എന്തായാലും ആ പതിവ് ഇപ്പോഴും തെറ്റിട്ടില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ബർത്ത്ഡേ ദിവസം അന്ന് ഷുവറായിട്ടൊരു മഴ പ്രതീക്ഷിക്കാം. എന്തായാലും മറക്കണ്ട, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഈ ദിവസത്തിന് വേണ്ടിയിട്ട് ഈ കുഞ്ഞമുട്ട പുഴുങ്ങി കൊടുക്കുകയാണ് കേട്ടോ. ഈ കുഞ്ഞമുട്ടയ്ക്ക് ഇവിടെ പറയുന്നത് കാടമുട്ട എന്നാണ് കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പേര് പറയുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കുന്നതൊക്കെ നല്ലതാണ്. പിന്നെ നമ്മുടെ ശരീരത്തിനൊക്കെ ഇങ്ങനെ കേട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ഈ മുട്ട കഴിക്കുകയാണെങ്കിൽ അത് മാറി കിട്ടുമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. ഉച്ചക്കത്തേക്ക് അപ്പം പോയിട്ട് കേരമീൻ വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ കേരമീനാണ് ഇന്ന് കറി വെക്കുന്നത്. കുറച്ച് മീനെടുത്ത് വറുക്കാനും കുറച്ച് മീനെടുത്ത് കറി വെക്കാനും എടുത്തു കേട്ടോ. അപ്പോൾ ഞാനിതിൽ ഉലുവയൊക്കെ കൂടുതൽ ചേർക്കും കേട്ടോ. ഉലുവയും കുടമ്പുളിയൊക്കെ കൂടുതൽ ചേർക്കും. കാരണം ഈ കറിക്ക് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും ഒരു വല്ലാത്തൊരു ടേസ്റ്റ് ആയിരിക്കും പിറ്റേ ദിവസം എടുത്ത് കഴിക്കുമ്പോൾ. പിന്നെ ഞാൻ ഈ മീൻ കറിയിലോട്ട് തക്കാളി ചേർക്കുന്നുണ്ട് കേട്ടോ. എത്ര പേര് ഇങ്ങനെ തക്കാളി ചേർത്ത് കറി വെക്കുമെന്ന് അറിയില്ല. എന്തായാലും അടിപൊളി ടേസ്റ്റ് ആയിട്ട് തക്കാളി കൂടി ചേർക്കുമ്പോഴത്തേക്കും. തക്കാളി ഒരുപാട് ചേർക്കില്ല. അപ്പോൾ കുടമ്പുളിയുടെ പുളിയും തക്കാളിയുടെ പുളിയാകുമ്പോൾ ഓവർ പുളിയായിപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ഞാൻ അരിഞ്ഞ് ചേർക്കും കേട്ടോ. അതൊരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ ചേർക്കുന്നത്. അങ്ങനെ കേരക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ഫ്രൈ ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. കേരയുടെ ഫ്രൈ നല്ല ടേസ്റ്റാട്ടോ ചോറിനോട് കഴിക്കാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള മീനൊക്കെ വറുത്തെടുക്കുന്നത്. അപ്പോൾ അതുകൂടെ വറുത്തെടുക്കാമെന്ന് ഓർത്തു. പിന്നെ കുഞ്ഞിനും ഞാൻ ചെറുതായിട്ടൊക്കെ ഇതൊക്കെ മീൻ വറുത്തതൊക്കെ വെച്ചിട്ട് ചോറ് കൊടുക്കാറുണ്ട് കേട്ടോ. അവൾക്കും മീൻ ഫ്രൈ ചെയ്തത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഇഷ്ടമാണ് ആൾക്ക്. ഇതിൻ്റെ ഒരു ടേസ്റ്റ് കൊണ്ടിട്ട് ആള് കുറച്ചെങ്കിലും ചോറ് കഴിക്കുമല്ലോ. ബർത്ത്ഡേ അനുബന്ധിച്ച് കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് സ്ലോ മോഷനിലൊന്ന് വീഡിയോ എടുക്കാൻ നോക്കാം കേട്ടോ. അതെന്തായാലും നല്ല രീതിയിൽ പാളിപ്പോയിട്ടുണ്ട്. പറഞ്ഞതുപോലെ തന്നെ നല്ല മഴയായിരുന്നു കേട്ടോ. ഉച്ച കഴിഞ്ഞിട്ട് ഏകദേശം ഒരു വൈകുന്നേരം അടുത്തപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഈ ഒരു ഐറ്റം കൈകിട്ടിട്ടുണ്ട്. ചില വർഷങ്ങളിൽ ഞങ്ങൾ ബർത്ത്ഡേക്കൊക്കെ കേക്കൊക്കെ കട്ട് ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കൊക്കെ പായസമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ കേക്കും പായസം ഒന്നും വെക്കുന്നില്ല. പകരം ഞങ്ങൾ പേസ്ട്രീസ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചു കേട്ടോ. ഞങ്ങളുടെ അടുത്തായിട്ടൊരു ഷോപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പേസ്ട്രീസ് ഉണ്ടെന്ന് അറിഞ്ഞിരുന്നു. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും അത് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. പേസ്ട്രീസ് ഇപ്പോൾ ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഞാൻ ട്രൈ ചെയ്യുന്നത് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നല്ലതായിരുന്നു. നല്ല ടേസ്റ്റ് ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ ദിവസം ഇത് ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. ആള് ബർത്ത്ഡേക്ക് കേക്ക് കൊടുത്തിട്ട് അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് ഫസ്റ്റ് ടൈമാണ് ആള് കഴിക്കുന്നത്. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ സ്വീറ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ബോക്സ് കയ്യിലോട്ട് കൊടുത്തപ്പോൾ തന്നെ ആള് തുറന്നു നോക്കി കേട്ടോ. അപ്പോൾ കേക്ക് ആണെന്ന് മനസ്സിലായി. ആളുടെ സ്പൂൺ വെച്ചിട്ട് കോരി കഴിക്കാനായിട്ട് നോക്കും കേട്ടോ. അവള് നോക്കിയിട്ടൊന്നും എടുക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ പതിയെ കൊടുത്തോട്ടോ. ആൾക്ക് ഇഷ്ടമായി, ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ കുട്ടി വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ടാറ്റാ.